രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യമില്ല എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. മൂന്നാം ബലാത്സംഗ പരാതിയിൽ രാഹുൽ ജാമ്യമില്ല. തിരുവല്ല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചെന്ന പ്രധാനപ്പെട്ട വാർത്തയാണ്. സെഷൻസ് കോടതിയെ സമീപിക്കാൻ പോകുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുലിന്റെ അഭിഭാഷകർ പത്തനംതിട്ട ജില്ലാ കോടതിയെ സമീപിക്കും. മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് കിട്ടുന്ന മുറയ്ക്ക് ജില്ലാ കോടതിയിലെത്തി ജാമ്യാപേക്ഷ സമർപ്പിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ കിട്ടിയ വാർത്ത പ്രധാനപ്പെട്ട വാർത്തയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യമില്ല. ഇവിടെ തിരുവല്ല കോടതിയിൽ രാഹുലിന്റെ തിരിച്ചടിയാണ്. പ്രധാനമായും രാഹുൽ വാദിച്ചത് ഈ അറസ്റ്റ് നിയമപരമല്ല എന്നുള്ളത് തന്നെയാണ്. അറസ്റ്റ് നടപടിക്രമങ്ങൾ പാലിക്കാതെയുള്ള അറസ്റ്റാണ്. അതുകൊണ്ട് FIR തന്നെ നിലനിൽക്കില്ല. ഈ യുവതി വിദേശത്താണ്. അവർ ഇവിടെ വന്ന് മുഴുക്കി താഴെ ഒപ്പിട്ടിട്ടില്ല. ഇവിടെ വരേണ്ടതുണ്ട്, ഒപ്പിട്ടിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ എടുത്ത FIR നിലനിൽക്കുന്നതല്ല, അറസ്റ്റ് നടപടിക്രമം പാലിച്ചില്ല. അതുകൊണ്ട് അറസ്റ്റ് നിലനിൽക്കുന്നതല്ല. അതുകൊണ്ട് ജാമ്യം വേണം എന്നുള്ളതായിരുന്നു പ്രധാന ആവശ്യം. ഈ കേസിന്റെ മെറിറ്റിലേക്ക് കടക്കുന്നതിനപ്പുറം അറസ്റ്റ് നടപടിക്രമങ്ങൾ അത് ശരിയല്ല എന്ന് വാദിക്കാനായിരുന്നു രാഹുൽ അഭിഭാഷകന്റെ കോടതിക്കുള്ളിലെ ശ്രമം. അതോടൊപ്പം തന്നെ ഇത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗികബന്ധമാണ് എന്ന് സ്ഥാപിക്കുന്നതിനാവശ്യമായ വാട്സാപ്പ് ചാറ്റുകളൊക്കെ കോടതിയിൽ ഹാജരാക്കിയിരുന്നതാണ്. പക്ഷേ ആ കോടതി എന്തായാലും തിരുവല്ല കോടതി രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം അനുവദിക്കുന്നില്ല. ജാമ്യമില്ല, ജയിലിൽ തന്നെ തുടരും. ഇപ്പോൾ റിമാൻഡിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് ഇറങ്ങുന്നില്ല, റിമാൻഡിൽ തന്നെ തുടരുന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സെഷൻസ് കോടതിയെ സമീപിക്കും ജില്ലാ കോടതി. നേരത്തെ തന്നെ അത്തരത്തിൽ ചില സൂചനകൾ ഉണ്ടായിരുന്നു. ഈ കോടതി തിരുവല്ല കോടതിയിൽ നിന്നും ജാമ്യം കിട്ടാൻ വകുപ്പില്ല, ജാമ്യം കിട്ടാൻ ഇടയില്ല എന്ന നിഗമനത്തിൽ ഉണ്ടായിരുന്നു രാഹുലിന്റെ അഭിഭാഷകർ. അവിടുന്ന് ജില്ലാ കോടതിയിലേക്ക് പോകാനാണ് ഇനി അടുത്ത ശ്രമം. ഷിജോ കുര്യൻ ചേർന്നു. ഷിജോ, ശക്തമായ അടച്ചിട്ട മുറിയിലാണെങ്കിൽ കൂടിയും ശക്തമായ വാദപ്രതിവാദങ്ങൾ അവിടെ നടന്നതാണ്. അതിൽ ഈ അറസ്റ്റിന്റെ നടപടിക്രമങ്ങളായിരുന്നു പ്രധാനമായും രാഹുലിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയത്. അത് തെറ്റ് എന്ന് വാദിക്കുകയായിരുന്നു. പക്ഷേ ആ വാദങ്ങൾ തൽക്കാലം കോടതി മുഖവിലക്കെടുക്കുന്നില്ല. ഷിജോ. അതേ ആഷ്മി, അങ്ങനെ തന്നെയാണ്. ഈ ഒരു സമയത്ത് പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, മൂന്നാം ബലാത്സംഗ പരാതിയിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ജാമ്യമില്ല എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ തിരുവല്ല ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു രാഹുലിന്റെ ജാമ്യാപേക്ഷയിൽ വാദം നടന്നത്. വാദപ്രതിവാദങ്ങൾ പ്രോസിക്യൂഷന് പ്രതിഭാഗവും വലിയ തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദം നടത്തിയതാണ്. എന്തായാലും ഇന്നിപ്പോൾ ജാമ്യാപേക്ഷയിൽ വിധി പറയാൻ വേണ്ടി മാത്രമാണ് മാറ്റിവെച്ചിരുന്നത്. 100ാമത്തെ കേസായിട്ടാണ് തിരുവല്ല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മജിസ്ട്രേറ്റ് അരുന്ധതി ദിലീപ് കേസെടുത്തതിന് പിന്നാലെ തന്നെ ഇത് ഡിസ്മിസ് ചെയ്യുകയാണ്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരിക്കുന്നു. ഇനിയിപ്പോൾ രാഹുലിന്റെ അഭിഭാഷകൻ അഭിലാഷ് ചന്ദ്രനും അതുപോലെ തന്നെ ശാസ്ത്രമംഗലം മജിത്തും അടക്കമുള്ള അഭിഭാഷകർ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയുടെ കോർട്ട് ഓർഡറുമായിട്ട് പത്തനംതിട്ട ജില്ലാ കോടതിയെ സമീപിക്കും. ഒരുപക്ഷെ ഇന്ന് തന്നെ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയുടെ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഓർഡർ കിട്ടുന്ന മുറയ്ക്ക് തന്നെ പത്തനംതിട്ട ജില്ലാ കോടതിയെ സമീപിക്കാനാണ് രാഹുലിന്റെ അഭിഭാഷകർ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ പത്തനംതിട്ട ജില്ലാ കോടതിയിൽ ഈ പറയുന്ന ജാമ്യാപേക്ഷ സമർപ്പിച്ചാലും ഒരുപക്ഷെ ഇന്ന് പത്തനംതിട്ട ജില്ലാ കോടതി ഈ കേസ് പരിഗണിക്കാനുള്ള സാധ്യതയില്ല. നാളെ കോടതി അവധിയാണ്. സ്വാഭാവികമായിട്ടും രാഹുൽ ഒരാഴ്ച 7 ദിവസത്തിലധികം ജയിലിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടാകും. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 12:30 മൂന്നാം ബലാത്സംഗ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയെ പാലക്കാട് KPM റീജൻസി ഹോട്ടലിൽ നിന്ന് SIT സംഘം അറസ്റ്റ് ചെയ്തത്. പിന്നാലെ ഞായറാഴ്ച പുലർച്ചയോടുകൂടി പത്തനംതിട്ട AR ക്യാമ്പിൽ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്യുന്നു. അതിനിടയിൽ പലതരത്തിലുള്ള ചോദ്യങ്ങൾ, പലതരത്തിലുള്ള വൈദ്യപരിശോധന, അങ്ങനെ വിവിധ തെളിവ് ശേഖരണങ്ങൾ, അങ്ങനെ കസ്റ്റഡി കാലാവധി വീണ്ടും ഈ മാസം 24-ാം തീയതി വരെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 24-ാം തീയതി വരെ രാഹുൽ റിമാൻഡിൽ തുടരും. അതിനിടയിൽ പലതവണ ഏതെങ്കിലുമൊക്കെ സമയത്ത് ജില്ലാ കോടതി ജാമ്യാപേക്ഷ പരിഗണിച്ചു കഴിഞ്ഞാൽ മാത്രമായിരിക്കും മറ്റ് തുടർ നടപടികൾ. അങ്ങനെ അല്ല എങ്കിൽ 24-ാം തീയതി കഴിഞ്ഞിട്ടും റിമാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യും. അതാണ് കോടതി നടപടികൾ. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ഉടനൊന്നും പുറത്തിറങ്ങാൻ കഴിയില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ ഇന്ന് രാവിലെ അടക്കം നമ്മൾ പറയുന്നുണ്ടായിരുന്നു. ബലാത്സംഗം, ഭീഷണിപ്പെടുത്തൽ തുടങ്ങി നിരവധിയായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 3ാം ബലാത്സംഗ പരാതിയിൽ SIT കേസെടുത്തത്. ആ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കോടതിയിൽ പറയുകയും ചെയ്തു. അതിനപ്പുറത്തേക്ക് എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ പ്രോസിക്യൂഷൻ പ്രധാനമായിട്ടും വാദിച്ചത് രാഹുലിന് ഈ ഒരു ഘട്ടത്തിൽ ജാമ്യം കൊടുത്താൽ അത് തുടർ കേസന്വേഷണത്തെ പ്രതികൂലമായിട്ട് ബാധിക്കും. വലിയ തരത്തിൽ തെളിവുകളടക്കം ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നിലവിൽ രാഹുലിന്റെ ഡിജിറ്റൽ ഡിവൈസുകളിൽ നിന്ന്, മൊബൈൽ ഫോണിൽ നിന്ന്, ലാപ്ടോപ്പുകളിൽ നിന്ന് മാത്രമാണ് തെളിവുകൾ ശേഖരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തിരുവല്ലയിലെ ഹോട്ടലിലെത്തി തെളിവ് ശേഖരിച്ചെങ്കിലും മറ്റ് കൂടുതൽ കാര്യങ്ങളിൽ രാഹുൽ മാങ്കൂട്ടം അന്വേഷണ സംഘത്തോട് പൂർണ്ണമായിട്ട് സഹകരിക്കുന്നില്ല എന്നുള്ള നിലപാട് അന്വേഷണ സംഘം അറിയിക്കുകയും ചെയ്തതാണ്. പൂർണ്ണമായിട്ട് അന്വേഷണത്തോട് നിസ്സഹകരണം സമീപനം സ്വീകരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നിരവധിയായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. രാഹുൽ ഈ ഒരു ഘട്ടത്തിൽ പുറത്തിറങ്ങിയാൽ അതിജീവിതയ്ക്കടക്കം വലിയ തരത്തിലുള്ള ഭീഷണി ഉണ്ടാകും, തെളിവുകൾ നശിപ്പിക്കും എന്നുള്ള കാര്യങ്ങളടക്കം പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചതാണ്. പക്ഷേ അതിനെ ഖണ്ഡിക്കുന്ന തരത്തിലേക്ക് ഒരു വാദം ഉന്നയിക്കാൻ, രാഹുലിന്റെ ജാമ്യത്തിന് വേണ്ടി അതിശക്തമായിട്ടുള്ള വാദം ഉന്നയിക്കാൻ പ്രതിഭാഗത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് കൂടി ഈ ഒരു ഘട്ടത്തിൽ എടുത്തു കാണണം. അത് മാത്രമല്ല, പ്രതിഭാഗം നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഞങ്ങൾ വലിയ ഈ ജാമ്യാപേക്ഷയിൽ സ്റ്റിക്ക് ഓൺ ചെയ്തൊരു വാദം നടത്തില്ല എന്നുള്ള കാര്യം ശാസ്ത്രമംഗലം അജിത്തും അഭിലാഷ് ചന്ദ്രനും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ജില്ലാ കോടതിയിലേക്ക്, സെഷൻസ് കോടതിയിലേക്ക് പോകുമ്പോൾ അവിടുന്ന് ജാമ്യം കിട്ടി പുറത്തേക്ക് വരാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇവിടെ കോടതി ആ കേസ് പരിഗണിക്കുന്നതിന് പ്രോസിക്യൂഷൻ എതിർക്കുകയും അതല്ല ഈ മുൻകാല ഉത്തരവൊക്കെ ഉന്നയിച്ച് ആ കേസ് പരിഗണിക്കാമെന്ന് പ്രതിഭാഗം കോടതി അറിയിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി.
ഒരുപാടല്ലെങ്കിൽ കൂടിയും കേസിന്റെ മെറിറ്റിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ പ്രതി ഉന്നത ബന്ധങ്ങളുള്ള ആളാണ്. വാദിയെയും സാക്ഷിയും സ്വാധീനിക്കാനിടയുണ്ട്. വാദി വിദേശത്താണ്, നാട്ടിലെത്തിയാൽ ഈ പറഞ്ഞ ഭീഷണിയുണ്ട് അതുകൊണ്ടാണ് എത്താത്തത് എന്ന കാര്യങ്ങളൊക്കെ പ്രോസിക്യൂഷൻ പറയുകയും ചെയ്തു. അപ്പോൾ രാഹുലിന്റെ വാദങ്ങൾക്കപ്പുറം പ്രോസിക്യൂഷൻ വാദങ്ങൾക്ക് കോടതി കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്നു. ഷിജോ, സ്വാഭാവികമായിട്ടും ഹാഷിമി, നാളെ തുടക്കം മുതൽ ഈ കേസ് തിരുവല്ല ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് 1ാം ക്ലാസ് കോടതിയിലേക്ക് അരുന്ധതി ദിലീപ് എന്ന് പറയുന്ന മജിസ്ട്രേറ്റിന് മുമ്പാകെ ഈ കേസ് വന്ന സമയം മുതൽ പ്രോസിക്യൂഷന്റെ വാദങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു വെയിറ്റേജ് കൊടുക്കും നമുക്ക് കാണാൻ കഴിയും. കാരണം ആദ്യഘട്ടത്തിൽ രാഹുലിന്റെ കസ്റ്റഡി അപേക്ഷ സംബന്ധിച്ചുള്ള ഹർജി ഈ പറയുന്ന തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിന് മുമ്പാകെ വന്നപ്പോൾ അന്ന് തന്നെ ഈ ജാമ്യ ഹർജിയെക്കുറിച്ചുള്ള വാദങ്ങൾ പ്രതിഭാഗം നടത്തിയതാണ്. അപ്പോൾ പോലീസിന്റെ റിപ്പോർട്ട് കിട്ടാതെ എങ്ങനെ ജാമ്യ ഹർജിയിൽ വാദം തുടരും എന്നുള്ളൊരു ചോദ്യമാണ് മജിസ്ട്രേറ്റ് ചോദിച്ചത്. പോലീസിന്റെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന്റെ റിപ്പോർട്ട് കോടതിയുടെ മുമ്പാകെ പോലും വന്നിട്ടില്ല. പിന്നെ എങ്ങനെ ഈ ഒരു ഘട്ടത്തിൽ ജാമ്യ ഹർജി പരിഗണിക്കും എന്നുള്ള ചോദ്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് രാഹുലിനെ 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടത്. ആ കസ്റ്റഡിയിൽ വിട്ടതിന് ശേഷം അതിനു മുമ്പേ ആദ്യഘട്ടത്തിൽ വന്നപ്പോൾ തന്നെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുന്നു. പിന്നീട് കസ്റ്റഡി അപേക്ഷ കോടതിയിൽ വന്നപ്പോഴത്തേക്കുമാണ് ജാമ്യ ഹർജിയിൽ പോലീസ് റിപ്പോർട്ട് കിട്ടാതെ എങ്ങനെ അത് ഹർജി പരിഗണിക്കും എന്നുള്ള കാര്യം മജിസ്ട്രേറ്റ് ചോദിച്ചത്. അങ്ങനെ 3 ദിവസത്തേക്ക് കസ്റ്റഡി വരുന്നു. ആ കസ്റ്റഡി കാലാവധിയിൽ വലിയ തരത്തിലുള്ള ഇടപെടലുകൾ SIT രാഹുലുമായി നടത്തുന്നു. അതിനുശേഷം ഈ മാസം 24 വരെയാണ് രാഹുലിന്റെ റിമാൻഡ് കാലാവധി ഉള്ളത്. ആ കാലയളവിൽ ഇനിയിപ്പോൾ 24-ാം തീയതി വരെ രാഹുൽ ജയിലിൽ തുടർന്നാലും അതിനുശേഷവും നിലവിൽ ജാമ്യം നിഷേധിച്ചതുകൊണ്ട് മജിസ്ട്രേറ്റ് കോടതിക്ക് റിമാൻഡ് കാലാവധി നീട്ടി നൽകാൻ കഴിയും. സ്വാഭാവികമായിട്ടും തുടക്കം മുതൽ ഇന്നലെ വരെ നടന്ന വാദപ്രതിവാദങ്ങളിൽ പ്രോസിക്യൂഷന്റെ വാദത്തിന് വലിയ തരത്തിലുള്ള ഒരു കഴമ്പുണ്ട്. അതിനകത്ത് പറയുന്ന കാര്യങ്ങൾക്ക് വസ്തുതയുണ്ട്. അത് അംഗീകരിക്കേണ്ടതാണ് എന്ന് മജിസ്ട്രേറ്റിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മജിസ്ട്രേറ്റ് കോടതി ഇതിനെ ആ രീതിയിൽ അവരുടെ വാദങ്ങളെ ആ രീതിയിൽ എടുക്കേണ്ടതാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള ആ ഒരു വിലയിരുത്തലോട് കൂടി തന്നെയാണ് മജിസ്ട്രേറ്റ് ഇക്കാര്യങ്ങളെ കൃത്യമായിട്ട് തുടക്കം മുതൽ നോക്കിക്കണ്ടത് എന്ന് നമുക്ക് രാഹുലിന്റെ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ആ വാദപ്രതിവാദങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും. ഇന്നലത്തെ വാദമാണ് ഇന്നത്തെ ഏറ്റവും നിർണായകമായത്. ഇന്നലെ വാദത്തിനകത്ത് പറഞ്ഞിരുന്നത് രാഹുലിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന പരാതിക്കാരുടെ പരാതിയെ ഖണ്ഡിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതിയിൽ പ്രതിഭാഗം സമർപ്പിക്കുമ്പോൾ അതിന്റെ നിയമസാധുത പരിഗണിക്കേണ്ട സമയം ഇതല്ല എന്നുള്ള കാര്യമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞിരുന്നത്. അതിന് പ്രധാനമായിട്ട് പറഞ്ഞിരുന്നത് തെളിവ് ശേഖരണമാണ്. അന്വേഷണവുമായിട്ട് രാഹുൽ സഹകരിക്കുന്നില്ല എന്നുള്ള കാര്യമാണ്. രാഹുലിന് ഈ ഒരു ഘട്ടത്തിൽ ജാമ്യം കിട്ടിയാൽ അത് തുടരന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കും. രാഹുൽ ഒരു തരത്തിലും നിലവിൽ അന്വേഷണത്തിൽ സഹകരിക്കുന്നില്ല എന്നുള്ള പ്രോസിക്യൂഷന്റെ വാദങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു നിലപാട് മജിസ്ട്രേറ്റ് സ്വീകരിക്കുന്നു. അങ്ങനെ രാഹുലിന് ജാമ്യം കൊടുക്കേണ്ടതില്ല എന്നുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്നു. ഇനിയിപ്പോൾ രാഹുലിന്റെ അഭിഭാഷകർക്ക് മുമ്പിലുള്ളത് ശാസ്ത്രമംഗലം അജിത്തിനും അതുപോലെ തന്നെ പത്തനംതിട്ടയിലെ അഭിഭാഷകൻ അഭിലാഷ് ചന്ദ്രനും മുമ്പിലുള്ളത് ഇനിയിപ്പോൾ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിലെ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള കോർട്ട് ഓർഡറുമായിട്ട് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ്. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയെ സമീപിക്കുമ്പോൾ ഈ കോടതിയിൽ പറഞ്ഞ വാദങ്ങൾക്കപ്പുറത്തേക്ക് അവിടെ എന്താണ് പ്രതിഭാഗത്തിന് പറയാനുള്ളത് എന്ന് കൂടിയാണ് അറിയേണ്ടത്. അവിടെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇവിടെ APP പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കപ്പുറത്തേക്ക് രാഹുലുമായി ബന്ധപ്പെട്ടുള്ള എന്തൊക്കെ പറയും എന്നുള്ള കാര്യത്തിനകത്തും ആകാംക്ഷയുണ്ട്. എന്തായാലും രാഹുലുമായി ബന്ധപ്പെട്ട അഭിഭാഷക വൃത്തങ്ങൾ പറയുന്നത് ഇവിടെ ജാമ്യം നിഷേധിച്ചാൽ സെഷൻസ് കോടതിയെ സമീപിക്കും. അത് സ്വാഭാവിക നടപടിക്രമം അങ്ങനെയാണെങ്കിൽ തന്നെയും ഇവിടെ ജാമ്യം കിട്ടില്ല എന്ന് അഭിഭാഷക സംഘം കരുതിയിരുന്നോ ഷിജോ? ഹാഷിമി, നമ്മളിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ഒരു പ്രതികരണത്തിന് വേണ്ടിയാണ് ശ്രമിച്ചത്. പക്ഷേ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്നുള്ള ഒരു മറുപടിയാണ് രാഹുലിന്റെ അഭിഭാഷകൻ അഭിലാഷ് ചന്ദ്രൻ പറഞ്ഞത്. എന്താണ് കോടതിയിൽ സംഭവിച്ചത്, കോടതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിഭാഗത്തിന് ഏതൊക്കെ രീതിയിലാണ് തിരിച്ചടി ഉണ്ടായത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയണമെങ്കിൽ പ്രോസിക്യൂഷന്റെ ഒരു പ്രതികരണമായിരുന്നു നമുക്ക് പ്രതിഭാഗത്തിന്റെ ഒരു പ്രതികരണമായിരുന്നു വേണ്ടിയിരുന്നത്. നിലവിൽ എന്തായാലും പ്രതികരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ അഭിലാഷ് ചന്ദ്രൻ ഇപ്പോൾ മടങ്ങിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള ഒരു തിരിച്ചടി രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പറയുന്ന തിരുവല്ല മജിസ്ട്രേറ്റ് 1ാം ക്ലാസ് കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വാഭാവികമായിട്ടും ജില്ലാ കോടതിയെ സമീപിക്കും. അവിടെയായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ന്യായവാദങ്ങൾ നടക്കുക. അതിനകത്ത് രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശേഖരിച്ച തെളിവുകളുടെ എല്ലാ വസ്തുതയും കോടതിയെ ഈ പറയുന്ന പ്രോസിക്യൂഷൻ അറിയിക്കും. ഇതിനകത്ത് നിലവിൽ ശേഖരിക്കാൻ കഴിയാവുന്ന ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളെല്ലാം ഈ പറയുന്ന SIT ശേഖരിച്ച കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. നിലവിൽ രാഹുൽ ഉപയോഗിച്ച് 2 ഫോണുകൾ ഈ കൃത്യം നടന്ന സമയത്ത് 2024 ഏപ്രിൽ മാസം 8-ാം തീയതി അതിജീവിതയെ അല്ലെങ്കിൽ പരാതിക്കാരിയെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുന്ന സമയത്ത് രാഹുൽ ഉപയോഗിച്ച മൊബൈൽ ഫോൺ, ആ മൊബൈൽ ഫോണിൽ അതിജീവിതയുടെ നഗ്ന ചിത്രങ്ങൾ അടക്കം എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ SIT കണ്ടെത്തിയിട്ടുള്ളത്. ആ ഫോണിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കണം. നിലവിൽ ഉപയോഗിക്കുന്ന ഐഫോണിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കണം. അതിനപ്പുറത്തേക്ക് രാഹുലിന്റെ ലാപ്ടോപ്പിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കണം. അതൊക്കെ ശേഖരിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് SIT ശേഖരിച്ചിട്ടുണ്ട്. പക്ഷേ സാഹചര്യ തെളിവുകൾ നിലവിൽ തിരുവല്ലയിൽ നിന്ന് മാത്രമാണ് ശേഖരിച്ചിട്ടുള്ളത്. പാലക്കാട്ടേക്ക് അടക്കം കൊണ്ടുപോകണം. രാഹുലിന്റെ സുഹൃത്ത് ഫെനീനൻ പറഞ്ഞ കാര്യം കൊണ്ട് രാഹുലിനെ അതിജീവിതനെ അല്ലെങ്കിൽ പരാതിക്കാരിയെ പാലക്കാട്ടെ ഫ്ളാറ്റിലേക്ക് അടക്കം ക്ഷണിച്ചതാണ്. അപ്പോൾ അവിടേക്ക് വരാൻ വിസമ്മതിച്ചു. അപ്പോൾ പാലക്കാട് ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് പാലക്കാട് ജില്ലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുലിന്റെ ഇടപാടുകൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ
അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. അവിടെ അടക്കം എത്തിക്കേണ്ടതായിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും 14 ദിവസം റിമാൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ മാസം 24 തീയതി വരെ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിൽ തുടരും. അതിനിടയിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള കോടതി വ്യവഹാരങ്ങൾ തിങ്കളാഴ്ച മുതൽ നടക്കുക. ഇന്ന് തന്നെ ഇവിടുത്തെ കോർട്ട് ഓർഡറുമായിട്ട് പ്രതിഭാഗം പത്തനംതിട്ട ജില്ലാ കോടതിയിലേക്ക് പോകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അതിനകത്ത് കുറച്ചുകൂടി സമയം കഴിയുമ്പോൾ നമുക്കറിയാം അതിനകത്ത് കൃത്യമായുള്ള വിവരങ്ങൾ നൽകുകയാണ്. ബലാത്സംഗ കേസിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്ക് ജാമ്യമില്ല. ജാമ്യ ഹർജി അത് തിരുവല്ല കോടതി തള്ളി എന്നാണ് അറിയാൻ കഴിയുന്നത്. അല്പസമയം മുമ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയുടെ വിവരങ്ങൾ ഷിജോ റിപ്പോർട്ട് ചെയ്തത്. വെള്ളിയാഴ്ചയാണ് ഈ ഹർജിയിൽ വാദം പൂർത്തിയായത്. തിരുവല്ല ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് അരുന്ധതി ദിലീപാണ് ആ ജാമ്യാപേക്ഷയിൽ വിധി പറഞ്ഞത്. അടച്ചിട്ട മുറിയിൽ നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് ഈ ഹർജിയിൽ വിധി പറയുന്നത്. ഈ പറയുന്ന ഇത് മജിസ്ട്രേറ്റ് കോടതിക്ക് ഇത് പരിഗണിക്കാനുള്ള അധികാരപരിധിയുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ആദ്യം വന്നെങ്കിലും പിന്നീട് കേസിന്റെ മെറിറ്റിലേക്ക് തന്നെ കൃത്യമായി തന്നെ പോയി. ഇത് ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് എന്നൊക്കെ രാഹുൽ വാദിച്ചെങ്കിലും രാഹുൽ പുറത്തിറങ്ങിയാൽ അത് ഭീഷണിയിലേക്കും തെളിവ് നശിപ്പിക്കലേക്കും അതിജീവിതമാരെ ഭീഷണിപ്പെടുത്തലിലേക്ക് പോവും എന്ന പ്രോസിക്യൂട്ടർ വാദം. മാത്രമല്ല ഇനിയും കുറേയധികം തെളിവുകൾ കണ്ടെത്താനുണ്ട്. തെളിവെടുപ്പൊക്കെ ഇനിയും എടുക്കാനുണ്ട്. രാഹുൽ നിങ്ങൾ പാലക്കാട്ടേക്ക് പോകണം തുടങ്ങിയ വാദങ്ങൾ കൂടി ഈ കോടതി മുഖവിലേക്ക് എടുക്കുന്നു. ഇനി ജില്ലാ കോടതിയിലേക്ക് പോവുകയാണ് ജാമ്യം തേടി രാഹുൽ മാങ്കൂട്ടത്തിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.